ജോബ് ഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജോബ് ഫെയർ മലയാളത്തിലെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അവർ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2024 അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 24/6/2024 മുതൽ 24/7/2024 വരെ, അതായത് ജൂൺ 24 മുതൽ ജൂലൈ 24 വരെയാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത്. അതുപോലെ എക്സാം ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾഡ് ടയർ 1 എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ 2024 അതുപോലെ തന്നെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾഡ് ടയർ 2 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 2024 പറഞ്ഞിരിക്കുന്നത്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അതായത് ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്നിവയിലോട്ടായിരിക്കും നിയമനം നടത്തുന്നത്. അപ്പോൾ എൻ്റെ സ്കെയിൽ പേ 7 ആണ് പറഞ്ഞിരിക്കുന്നത്. 44,900 രൂപ മുതൽ 1,42,400 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോസ്റ്റുകൾ നോക്കാം. അസിസ്റ്റൻറ്റ് ഓഫീസർ ഗ്രൂപ്പ് ബി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സ് മുതൽ 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അസിസ്റ്റൻറ്റ് ഓഫീസർ ഇൻ്റലിജൻസ് ബ്യൂറോ ഗ്രൂപ്പ് ബി ആണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നു. അതുപോലെ അസിസ്റ്റൻറ്റ് ഓഫീസർ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പറഞ്ഞിരിക്കുന്നു. അസിസ്റ്റൻറ്റ് ഓഫീസർ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് 20 വയസ്സ് മുതൽ 30 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അസിസ്റ്റൻറ്റ് ഓഫീസർ AFHQ 20 വയസ്സ് മുതൽ 30 വയസ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് ഓഫീസർ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് പറഞ്ഞിരിക്കുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ അതർ മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷനാണ് പറഞ്ഞിരിക്കുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് CBDT പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് സി ആണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. അതുപോലെ തന്നെ ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് CBCI ഗ്രൂപ്പ് ബി ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ഗ്രൂപ്പ് ബി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സബ് ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് ബി 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. പിന്നെ ഇൻസ്പെക്ടർ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിരിക്കുന്നു. 18 വയസ്സ് മുതൽ 30 വയസ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ നാർക്കോട്ടിക്സ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പേ ലെവൽ 6 ആണ് പറഞ്ഞിരിക്കുന്നത്. 35,400 രൂപ മുതൽ 1,12,400 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് പറയുന്നത് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്, റിസർച്ച് അസിസ്റ്റൻറ്റ്, ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, സബ് ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ ജൂനിയർ നാർക്കോട്ടിക്സ് ആൻഡ് കൺട്രോൾ ബ്യൂറോ ഓഫ് MAH, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഇവയാണ് മെയിനായിട്ട് ഗ്രൂപ്പ് ബി പേ ലെവൽ 6 പറഞ്ഞിരിക്കുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് പേ ലെവൽ 5 സാലറി പറഞ്ഞിരിക്കുന്നത് 29,200 രൂപ മുതൽ 92,300 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് സി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓഡിറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. ഓഡിറ്റർ അണ്ടർ ഓഡിറ്റർ ഓഫീസർ അണ്ടർ CGDA എല്ലാ ഗ്രൂപ്പ് സി തസ്തികയാണ്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് പേ ലെവൽ 4 വരുന്നതാണ്. 25,500 മുതൽ 81,100 രൂപയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിങ് അസിസ്റ്റൻറ്റ്, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോർട്സ് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതും ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ പറഞ്ഞിരിക്കുന്നത്. നിലവിലിപ്പോൾ 17,727 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞു. റിസർവേഷൻ ഉള്ളവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഔദ്യോഗിക വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ssc.government.in എന്ന വെബ്സൈറ്റ് വഴിയായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിലവിൽ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഡിഗ്രി ഉള്ളവർക്ക്. ഗ്രൂപ്പ് BC അതുപോലെ തന്നെ നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ നല്ലൊരു അവസരമാണ് ഡിഗ്രിക്കാർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ യോഗ്യതയുള്ളവർക്ക് ഡിഗ്രി ഉള്ളവർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞ് ജൂലൈ 24 വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ.